അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ എറണാകുളം നോർത്തിൽ നിന്ന് ട്രിവാൻഡ്രം സെൻട്രൽ വരെ പോയിരുന്നു. അപ്പോൾ അതിനെ സെലക്ട് ചെയ്തത് എക്സിക്യൂട്ടീവ് കോച്ചാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വീഡിയോ നോർമൽ സീറ്റിംഗ് ഇൻ വന്ദേ ഭാരത് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് എക്സിക്യൂട്ടീവ് കോച്ചിലുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ കയറുമ്പോൾ ഞങ്ങൾ E1 കോച്ചിലാണ് ഇരുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെൻറ്റ് സീറ്റാട്ടോ കിട്ടിയത്. അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു. അപ്പോൾ ഞാൻ കയറി നമ്മളിരുന്ന് ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ സൂപ്പിൻ്റെ പാത്രവും അതിൻ്റെ കൂടെ അവർ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും സൂപ്പ് സ്റ്റിക്കും എല്ലാം പ്രൊവൈഡ് ചെയ്യും. വെജ് ഓപ്ഷനാണ് ഞാൻ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് വന്നത് ടൊമാറ്റോ സൂപ്പായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. അത് കഴിഞ്ഞ് നമ്മളൊരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു പാത്രമൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ നമ്മുടെ ഡിന്നർ കൊണ്ടുതരും. ഞങ്ങൾ രാത്രിയാണ് കേട്ടോ പോയത്, അതുകൊണ്ട് ഡിന്നറായിരുന്നു. അപ്പോൾ ഡിന്നറിൽ ഒരുപാട് വിഭവങ്ങളുണ്ടായിരുന്നു. കണ്ണ് നിറച്ചും സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ കുറച്ച് റൈസ് ഉണ്ടായിരുന്നു, ദാൽ കറി ഉണ്ടായിരുന്നു, പിന്നെ വെജ് ആയതുകൊണ്ട് പനീർ കറി ഉണ്ടായിരുന്നു, പിന്നെ ഒരു മിക്സഡ് സബ്ജി എന്നൊക്കെ പറയുന്ന പോലെ മിക്സഡ് വെജിൻ്റെ ഒരു കറി, പിന്നെ ഒരു 2-3 ചപ്പാത്തി, പിന്നെ കേർഡ് ഉണ്ടായിരുന്നു, അതുപോലെ ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു ഡെസേർട്ടായിട്ട്. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമുക്ക് കൈ ഒന്ന് സാനിറ്റൈസ് ചെയ്യാനായിട്ടുള്ള സാനിറ്റൈസറും പിന്നെ ഒരു വെറ്റ് വൈപ്സ്, പിന്നെ നോർമൽ ടിഷ്യൂസ്, അതുപോലെ സ്പൂണ്, ഇതെല്ലാം ഇതിൻ്റെ ഈ ഒരു സെറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൈഡിൽ ഒരു ബട്ടറിൻ്റെ പീസ് നമുക്ക് മറ്റേ സൂപ്പ് കുടിക്കാൻ തന്നതാണ്. അപ്പോൾ ഞാനത് എടുത്ത് വെച്ചത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ ഐസ്ക്രീമും കൊണ്ടുത്തരും. ഐസ്ക്രീമും കഴിച്ച് ഞാൻ ഒന്ന് നിവർന്ന് കിടക്കാൻ നിർത്തപ്പോൾ എൻ്റെ കാലം അവിടെ എത്തുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ചാർജർ എല്ലാ സീറ്റിലും ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെയാണ് സീറ്റിൻ്റെ നടുക്കായിട്ട് 2 പ്ലഗ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിരിക്കുന്ന ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നമുക്ക് ചാർജ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ സീറ്റിൻ്റെ സൈഡിൽ കാണുന്ന ഒരു സിൽവർ ബട്ടണാണ് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് ട്രേ എടുക്കാനുള്ള സ്ഥലം. അപ്പോൾ ട്രേ എടുത്തിട്ട് നമുക്കിങ്ങനെ അടച്ചു വയ്ക്കാം. കഴിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വയ്ക്കാം. അപ്പോൾ മൊത്തത്തിൽ പറയുവാണെങ്കിൽ അടിപൊളി സീറ്റിങ്ങും ഫുഡും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. എന്തുകൊണ്ടാണ് വന്ദേ ഭാരതിലെ ഫുഡിനെ എല്ലാവരും കുറ്റം പറയുന്നതെന്ന് എനിക്കറിയില്ല. എനിക്കെന്തായാലും കിട്ടിയതൊക്കെ ഞാൻ കഴിച്ചതൊക്കെ വെച്ചിട്ട് എനിക്ക് നോർമലായിട്ടാണ് തോന്നിയത്. എല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ എന്തായാലും നല്ലതായിരുന്നു. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും കുറേ ഡിന്നറിന് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തന്നത് എനിക്ക് ഫുള്ള് കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് കുറേ വേസ്റ്റ് വന്നല്ലോ എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു സ്ക്രീൻ ശ്രദ്ധിച്ചത്. ഈ സ്ക്രീനിൽ ഉണ്ടല്ലോ നമ്മൾ ഈ ട്രെയിൻ എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ഇപ്പോൾ ഏത് സ്റ്റോപ്പ് എത്താറായി, എത്ര ദൂരമുണ്ട്, എത്ര സ്പീഡിലാണ് ട്രെയിൻ പോകുന്നത്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. പൊതുവേ നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് മനസ്സിലാവണമെന്നില്ലോ. പ്രത്യേകിച്ച് രാത്രിയും കൂടി ആകുമ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് കോച്ച് ആകുമ്പോഴേക്കും നമുക്ക് പുറത്തോട്ട് നോക്കിയാലും മനസ്സിലാവില്ല. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ ആ ഒരു കോച്ച് ഇരിക്കുന്നത്. ഫുൾ റെഡ് കളർ സീറ്റൊക്കെയാണ് കേട്ടോ. നല്ല അടിപൊളി കംഫർട്ടബിൾ സീറ്റിങ്ങും എല്ലാം ആണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 11 മണി രാത്രി ആയപ്പോഴേക്കും അവിടെ എത്തി. ഈ ടൈം വന്ദേ ഭാരത് ഇച്ചിരി ലേറ്റ് ആയിരുന്നു, മഴയൊക്കെ കാരണം. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ നമ്മൾ സ്റ്റേഷനിലെത്തി. അപ്പോൾ മൊത്തത്തിലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ വന്ദേ ഭാരതിൽ ഇപ്പോൾ ട്രാവൽ ചെയ്യാനായിട്ട്. 2 പ്രാവശ്യം ഞാൻ പോയിട്ടുള്ളൂ, എന്നാലും എനിക്ക് ഇഷ്ടമായി. അപ്പോൾ ഇതുവരെ കയറാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണ് കേട്ടോ.